എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഭാരതിയാറിനെ കുറിച്ചും പെരിയാർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ സൗകര്യമില്ല എന്ന ധിക്കാരമായ മറുപടിയാണ് അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. ഹലോ, ഞാൻ വിളിച്ചത് ഇപ്പം ഇവിടുന്ന് ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്കും പെരിയാറിന് ഇവിടുന്ന് ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാലൊന്നും പറയാൻ പറ്റില്ല. എല്ലാ കോഴ്സുകൾക്കൊന്നും കൊടുക്കില്ല. ഏത് കോഴ്സിനാണെന്നുള്ളത് അല്ല, കാലിക്കറ്റ് ഞാൻ ന്യൂസിൽ നിന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ കാലിക്കറ്റിനെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് അലിഗേഷൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അല്ല, അലിഗേഷനുള്ള പറയണത് ഇവിടെ. ഞാൻ മുഴുവൻ പറഞ്ഞു കേൾക്കൂ. കോഴ്സ് വൈസാണ് ഈക്വലൻസി കൊടുക്കുക. അപ്പൊ ചില കോഴ്സുകൾക്ക് കൊടുക്കില്ല. അത് ആ കോഴ്സ് അതൊന്ന് നോക്കിയിട്ട് അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് കൊടുക്കുക. കോഴ്സിന്റെ കാര്യമില്ല, യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. യൂണിവേഴ്സിറ്റി അംഗീകരിക്കില്ലല്ലോ. യൂണിവേഴ്സിറ്റി അംഗീകരിക്കുക എന്നുള്ളതല്ല രീതി. UGC റൂൾസ് അങ്ങനെയാണ്. ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ അതിന്റെ കൺസേൺ സെക്ഷനിൽ വിളിക്കൂ. അതല്ല, എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞതാണ്. ഇതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈക്വലൻസി എന്നുള്ളത് ഒരു കോഴ്സിന് ഈക്വലൻസി കൊടുക്കാറുണ്ട്. ഈക്വലൻസിയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരു വിഷയം വരാൻ പോകുന്നത്. അപ്പോഴല്ല ഭയങ്കര പ്രശ്നം. ഒരു അന്വേഷണം മാങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങ എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കോഴ്സുകൾക്കാണ് ഇക്വലൻസി നൽകുന്നത് എന്ന് അയാൾ പറയുന്നു. ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കോഴ്സിന് അംഗീകാരം ലഭിക്കും? അയാൾ ഉരുണ്ട് കളിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ഉഡായിപ്പിൻ്റെ കഥ. എത്രയോ അംഗീകാരമില്ലാത്ത സർവകലാശാലകളുണ്ട്. അത് തമിഴ്നാട്ടിലായാലും നോർത്ത് ഇന്ത്യയിലായാലും. ആ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്വലൻസി വാരി വലിച്ചു കൊടുക്കുന്നു, വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു. UGC നിയമം പാലിക്കുമെന്നും പുറത്തു പറയുകയും അതേസമയം ഇവർ രഹസ്യമായി ചെയ്യുന്നത് UGC നിയമങ്ങൾ കാറ്റിൽ പറത്തിയല്ലേ. ഇക്വലൻസി അടിച്ചു കൊടുക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇത്രയും തട്ടിപ്പ് നടത്തി സർവകലാശാല പറ്റിക്കുന്നത്. UGCയുടെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതേപോലെ വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റാഫുകളെ പിരിച്ചുവിടണം. സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കണം. കാലിക്കറ്റിലും MGയിലും വിളിച്ച് ചോദിക്കുമ്പോൾ അവർ മാത്രം പറയുന്നത് നമ്മൾ കേൾക്കണം. തിരിച്ചൊന്നും പറയാൻ പാടില്ല. ചോദ്യം ചോദിക്കാനും പാടില്ല. സംശയം ചോദിക്കാനും പാടില്ല. സർവകലാശാലയിലുള്ള മുതലാളികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇക്വലൻസി സെക്ഷനിലുള്ളവർക്ക് ഒരു വിവരമില്ല. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യത്തിന് വീർപ്പ് മുട്ടുന്നവരാണിവർ. പബ്ലിക്കിൻ്റെ നികുതി പണം വെച്ചാണ് കേരള ഗവൺമെൻറ് ഇവർക്കൊക്കെ ശമ്പളം മാസം ഇവർ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പബ്ലിക്കിന് ചോദിക്കേണ്ട അവകാശമുണ്ട്. പബ്ലിക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുതലാളിമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് നേരെ ചുവ ഉത്തരം പോലും പറയാൻ കഴിവില്ലാത്തവരാണ് കാലിക്കറ്റിലും MGയിലുള്ള സ്റ്റാഫുകൾ. ഇതാണ് ഇവരുടെ വിദ്യാഭ്യാസവും ജോലിയുടെ നിലവാരവും. ചുമ്മാ ഇരുന്ന് ശമ്പളം വാങ്ങുന്നതാണ് ഇവർക്കിഷ്ടം. ഇതാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ. അതേപോലെ തന്നെ UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലും പെരിയാറിലും കാമരാജ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച അനേകം പേർ കാലിക്കറ്റിലും MG സർവകലാശാലകളിലും ഉണ്ടാകാം. അതായിരിക്കും അവരുടെ ദേഷ്യത്തിൽ ഞാൻ മനസ്സിലാക്കും. നല്ല ഒരു അന്വേഷണം പറഞ്ഞു. UGC അംഗീകാരമില്ലാത്ത കേരളത്തിലെ സർവകലാശാലകളിലുള്ള സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ യോഗ്യത പുനഃപരിശോധിക്കണം. അനർഹരെ പുറത്താക്കണം. അർഹരായവരെ സർവകലാശാലകളിൽ നിയമിക്കണം. കേരളത്തിലെ സർവകലാശാലകൾ അങ്ങനെയെങ്കിലും മാന്യത കാണിക്കുക. UGC അംഗീകാരമുള്ളവർക്ക് ഇക്വലൻസി കൊടുക്കുന്നില്ല. 1000 റൂളുകളും പറഞ്ഞുകൊണ്ടിരിക്കും. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് പൈസയും വാങ്ങി ഇക്വലൻസി വാരി വിതറും. 2019 ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഓർഡർ തന്നെയുണ്ട്. UGC അംഗീകാരമുണ്ടെങ്കിൽ ഇക്വലൻസി കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അതാരും പാലിക്കുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും അത് പാലിക്കുന്നില്ല. ഇക്വലൻസി നിർത്തലാക്കിയ ഓർഡറിൻ്റെ കാര്യം പോലും ഇവർക്കറിഞ്ഞു. എന്ത് ഗതികെട്ട യൂണിവേഴ്സിറ്റികളാണ് ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെന്ന് പറയാതിരിക്കാൻ വയ്യ.